കർണാടകയിലെ ഷിരൂർ അപകടത്തിൽ മരണപ്പെട്ട അർജുന്റെ ഓർമ്മയിൽ അമ്മ ഷീല രചിച്ച അർജുൻ എന്റെ മകൻ എന്ന പുസ്തകം പരിചയപ്പെടുത്തലും പുസ്തകത്തിന്റെ രചയിതാവായ ഷീലയ്ക്ക് ആദരവും നൽകി തിരുവമ്പാടി തൊണ്ടിമ്മൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചെറുപ്ര ഗ്രന്ഥാലയം. തൊണ്ടിമ്മലിൽ നടന്ന ചടങ്ങ് ലൈബ്രറി കൗൺസിൽ കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി.കെ. മുരളി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തൊണ്ടിമ്മൽ ചെറുപ്ര ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഷിരൂർ അപകടത്തിൽ മരണപ്പെട്ട അർജുൻ്റെ ഓർമ്മയിൽ അമ്മ ഷീല കരുവച്ചാലിൽ രചിച്ച അർജുൻ എൻ്റെ മകൻ എന്ന പുസ്തകം പരിചയപ്പെടുത്തലും പുസ്തകരചയിതാവായ ഷീലയ്ക്ക് ആദരവും നൽകിയത്. 2024 ജൂലൈ മാസത്തിലുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതാവുന്നതും തുടർന്ന് മരണപ്പെടുന്നതും. കേരളവും കർണാടകവും കൈകോർത്ത് 72 ദിവസമാണ് അർജുൻ എന്ന ട്രക്ക് ഡ്രൈവർക്ക് വേണ്ടി ഷിരൂരിലെ ഗംഗാവലി നദിയിൽ തിരച്ചിൽ നടത്തിയത്. ആ ദിവസങ്ങളിൽ അർജുൻ്റെ അമ്മയും കുടുംബവും കടന്നുപോയ അനുഭവങ്ങളുടെ ഹൃദയസ്പർശിയായ വിവരണമാണ് ഈ പുസ്തകം. പ്രമുഖ ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരക്കുടിയാണ് പുസ്തകത്തിന് അവതാരിക എഴുതിയത്. കേരള വിഷനാണ് പുസ്തകത്തിൻ്റെ പ്രസാധകർ. തൊണ്ടിമലിൽ നടന്ന ചടങ്ങ് ലൈബ്രറി കൗൺസിൽ കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി.കെ. മുരളി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു മകനെ വീണ്ടെടുക്കുകയും 22 ദിവസങ്ങളോളം വെള്ളത്തിനടിയിൽ കിടന്ന് അവസാനം നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് പ്രതീക്ഷയോടെ അന്ന് പത്രങ്ങളിലും ടിവിയിലൊക്കെ ഈ വാർത്തകൾ ഇങ്ങനെ കാണുമ്പോഴേ ഓരോ ദിവസവും നമ്മളിങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഉണരുമ്പോഴും നമ്മൾ നമ്മോട് തന്നെ ഇങ്ങനെ പറയാണ്, ജീവനോട് കിട്ടണേ, വാർത്ത ആ രീതിയിലായിരിക്കണമേ എന്ന് മലയാളി മാത്രമല്ല, കർണാടകയിലുള്ള ആളുകൾ മാത്രമല്ല, വിവരങ്ങൾ അറിയുന്ന എല്ലാ മനുഷ്യ സ്നേഹികളും അവരുടെ വേദനയും സങ്കടവും തൻ്റേതു കൂടിയാണെന്ന് തിരിച്ചറിയുന്ന ഏതൊരു മനുഷ്യനും അന്ന് ആഗ്രഹിച്ചതാണ്. ശിവദാസൻ കല്ലൂർ പുസ്തകം പരിചയപ്പെടുത്തി. വാർഡ് മെമ്പർ എസ് ജയപ്രസാദ് അധ്യക്ഷനായി. എസ് ജയരാജൻ, ഇ.ടി. രാജൻ, എ.പി. ബീന, ജോസ് മാത്യു, ബഷീർ മൂരക്കാട്, ജിഷ സ്രാമ്പിക്കൽ, ജിതിൻ മേലേക്കണ്ടിയിൽ, പ്രബീഷ്, കെ.പി. രമേശൻ, സ്മിന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.